നമസ്കാരം. 1971-72 കാലം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ചു. ആ കാലഘട്ടത്തിലെ ഒരു പാവപ്പെട്ട കുടുംബങ്ങളുടെ അല്ലെങ്കിൽ മധ്യവർഗങ്ങളുടെ ഒരു വിദ്യാഭ്യാസ രീതി അങ്ങനെയായിരുന്നു. ജോലിക്കുള്ള അന്വേഷണങ്ങൾ, പലരും വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നു, മറ്റു പലരും മദ്രാസിലേക്ക് പോകുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇളയച്ചൻ, ഉണ്ണി മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഇളയച്ചൻ, വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ തീരദേശത്തെ ഏറ്റവും വലിയ കമ്പനിയായ നാട്ടിയ കോട്ടൺ മില്ലിൽ ഒരു ജോലി തരപ്പെടുത്തുന്നു. ഈ ജോലി തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ പഴയ സൗഹൃദങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ജോലി നേടിത്തന്നത്. ഈ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ പഞ്ഞിയുടെ സെക്ഷനിലാണ് ആദ്യമായി തന്നെ ജോലിക്ക് കയറിയത്. ഈ പഞ്ഞിയുടെ സെക്ഷനിലെ ജോലി എൻ്റെ വല്ലാതെ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒരു 2 ആഴ്ചയെല്ലാം ജോലി ചെയ്തപ്പോഴേക്കും തീരെ അവശനായിപ്പോയി. ഒരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ കുറച്ച് മരുന്നുകളെല്ലാം തന്നു. വീണ്ടും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും ഒരു 5-10 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ആരോഗ്യം വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ജോലി താങ്കൾക്ക് ശരിയാകില്ല. അത് ചില വ്യക്തികളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത്, അദ്ദേഹത്തിൻ്റെ ഉപദേശം അങ്ങനെയായിരുന്നു, ഈ ജോലി ഒഴിവാക്കുക. വലിയൊരു ഖേദമുണ്ടാക്കിയ കാര്യമാണ്. കാരണം ആ കാലഘട്ടത്തിൽ കോട്ടൺ മില്ലിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ വളരെ ഖേദത്തോടു കൂടി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇളയച്ചനെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട്. അന്ന് സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോയിരുന്നത്, പെരിഞ്ഞനത്ത് നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയും വീട്ടിലും ചില സംഭാഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നതോടുകൂടി ഇനി എന്ത് വേണം എന്നുള്ള നിലയിലായി. പിന്നെ പെരിഞ്ഞനത്തുകാരൻ ഒരാൾ മദ്രാശിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പഴയ കാലത്ത് പലരും നാട് വിട്ടു പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഞാനും എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ആരോടും യാത്രയൊന്നും പറഞ്ഞില്ല. ഒരു രഹസ്യയാത്ര പോലെ. ഇളയച്ചനോട് പോലും പറഞ്ഞില്ല. കാരണം ഇളയച്ചന് അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു പ്രാപ്തിയും ആ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിൽ ചെന്നു. ഒട്ടുമിക്ക കമ്പനികളിലും, വലിയ വലിയ കമ്പനികളിലെല്ലാം ചെന്നു. കമ്പനിയുടെ മുന്നിൽ തന്നെ, ഗേറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു, നോ വേക്കൻസി. പിന്നെ ചോദിക്കാനുള്ള അവസരം പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെരിഞ്ഞനത്തുകാരൻ്റെ, ഈ നാരായണൻ്റെ കടയിൽ ഒരു ചന്ദ്രൻ എന്നു പേരായ ഒരു യുവാവ്, അദ്ദേഹം വരികയും അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുമ്പോൾ ആളൊരു പെൻബാത്തിക് കമ്പനി, അതായത് വെളുത്ത ലുങ്കികളിൽ ഡിസൈൻ ചെയ്യുന്നു, പെൻബാത്തിക്. അത് ഈ വാക്സിൽ കൈകൊണ്ട് വരയ്ക്കുന്നു. അതിനുള്ള പിന്നീട് കളർ മുക്കിക്കൊണ്ട് അതെല്ലാം നല്ല ഭംഗിയുള്ള ലുങ്കികളായി മാറ്റുന്നൊരു കമ്പനി. അതിൽ ഈ ചായം മുക്കുന്ന സെക്ഷനിൽ ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പോയി. ജോലിയിൽ പ്രവേശിച്ചു. ചെറിയ ശമ്പളമായിരുന്നു, ജീവിച്ചു പോരാനുള്ള ഒരു ശമ്പളം, ഒന്നും മിച്ചം വയ്ക്കാനില്ല. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആകെ 2-3 പേരെ ഈ ചായം മുക്കുന്ന സെക്ഷനിലുള്ളൂ. അധികം പേരും ഈ ആർട്ടിസ്റ്റുകളാണ്, ഇതിൽ ഡിസൈൻ ചെയ്യുന്നവരാണ്. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന വിഭാഗമായി കാര്യമായ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിസൈൻ ചെയ്യുന്ന വിഭാഗത്തിൽ അധികം പെൺകുട്ടികളായിരുന്നു. 19 പെൺകുട്ടികളും ഒരാണ്.
ബെനറ്റ് എന്നു പേരായ ഒരാണുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാവരും വന്നവരെല്ലാം ജോലി ഇല്ലാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് വാക്സ്, ഇവരുടെ പ്രധാന മെറ്റീരിയൽ വരയ്ക്കാൻ വാക്സാണ് ഉപയോഗിക്കുന്നത്. വാക്സ് കഴിഞ്ഞു, ഇനി വാക്സ് വന്നിട്ടേ പണി ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, വാക്സ് ഇവർ വരച്ച ഇപ്പോൾ ലുങ്കിയിൽ വരയ്ക്കുമ്പോൾ ലുങ്കിയുടെ അപ്പുറത്തേക്ക് തിളച്ച വാക്സ് ഇറ്റിറ്റ് വീഴുമല്ലോ. അങ്ങനെ എത്രയോ വർഷത്തെ വാക്സ് അതിൻ്റെ അടിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അത് കുത്തി ഇളക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് പണിക്കുള്ള വാക്സ് കിട്ടും. അങ്ങനെ ആരോഗ്യമുള്ള ഒരു കാലമായിരുന്നു എൻ്റെ. ഒരു ശ്രമം നടത്താം എന്ന നിലയിൽ അപ്പോൾ അവർ നല്ലൊരു സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ എളാങ്ക് പോലെ അറ്റത്ത് നല്ല പരന്ന് വലിയൊരു ഇരുമ്പിൻ്റെ ദണ്ട്. ഞാനൊരു പരീക്ഷണം പോലെ ഒന്ന് കുത്തി നോക്കി കുറച്ച് കുത്തിയപ്പോൾ ഒന്ന് ഇളകിയപ്പോൾ അതിൻ്റെ അടിയിലൂടെ ചരിച്ചു കുത്തി അടർത്തിയപ്പോൾ വലിയ പാളികളായിട്ട് മെഴുകിൻ്റെ കട്ടകൾ അടർന്നു പോരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മെഴുക് ഇവർ പെൺകുട്ടികളെല്ലാവരും ചാക്കിൽ നിറയ്ക്കാൻ തുടങ്ങി. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ദാഹം വന്നു. എനിക്ക് ഭാഷ അറിയില്ല. ഞാൻ അടുത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് സിസ്റ്റർ വാട്ടർ അത്രയാണ് പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ കണ്ണൊന്ന് വിടർന്നു. അവർ പോയി ഈ വെള്ളം കൊണ്ടുവന്ന് തന്നു. അത് കുടിച്ചു. ഉച്ച വരെ ഞാൻ വാക്സ് അടിയിൽ ഈ 10, 13, 19, 20 പേർ ജോലി ചെയ്തിരുന്ന ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന വാക്സ് എല്ലാം തന്നെ അടർത്തിയെടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലിൽ പോകാൻ നേരത്ത് അതിൽ കസ്തൂരി എന്ന പേരുള്ള ഈ കുട്ടികളിൽ മുതിർന്ന കുട്ടി, അവർ സാരിയാണ് ഉടുത്തത്. ബാക്കി എല്ലാവരും തന്നെ ഒട്ടുമിക്കവരും ധാവണിയാണ്. അവർ പറഞ്ഞു, ഇംഗ്ലീഷെല്ലാം ചേർത്ത് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കൂടെ ഊണ് കഴിക്കാം. അങ്ങനെ സമ്മതിച്ചു. ഊണ് കഴിക്കാൻ അവരൊരു പ്ലേറ്റ് കൊണ്ടുവന്നു. എല്ലാവരുടെയും പാത്രങ്ങളിൽ നിന്ന് ഒരാളുടെ ചോറും പാത്രത്തിൽ തൈര് ചോറാണെങ്കിൽ മറ്റൊരാളുടേത് ചെറുനാരങ്ങയുടെ ചോറായിരിക്കും, മറ്റൊരാളുടെ ചോറ് കറുവാട് ഉണക്കസ്രാവ് വെച്ചതായിരിക്കും. ഇതെല്ലാം ഇവർ ഓരോ വാരിലിങ്ങനെ ഇട്ടിട്ട് കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. മനസ്സിത് മാത്രം കുളിർമയ ഒരു ദിവസം വേറെ എല്ലാം തോന്നും. അവസാനം പ്ലേറ്റിൽ സ്ഥലമില്ലാതെ, പക്ഷേ പ്ലേറ്റിൽ സ്ഥലമില്ലാതെയപ്പോൾ ഈ പ്ലേറ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ ബാക്കിയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവരുടെ ചോറും പാത്രവുമായി അടുത്ത് വന്ന് കൈകൊണ്ട് തന്നെ എൻ്റെ വായിലേക്ക് ആ ചോറിട്ട് തരികയായിരുന്നു. കണ്ണ് നിറഞ്ഞോന്നറിയില്ല. അതൊരു വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ബന്ധമായിരുന്നു. അതുപോലുള്ളൊരു സാഹോദര്യത്തിൻ്റെ ബന്ധം ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. 1.5 വർഷം അവിടെ ജോലി ചെയ്തു. അത് ബ്രദറും സിസ്റ്റേഴ്സും തന്നെയായിരുന്നു. ഒരു 1.5 വർഷം ലൈംഗിക ചിന്ത പോലും പാപമാണെന്ന് തോന്നിയത് ഒരു കാലഘട്ടമായിരുന്നത്. അത്രയും പവിത്രമായ ബന്ധം ഏറെക്കാലം. പിന്നീട് ഈ ചായം മുക്കുന്ന സെക്ഷനിൽ നിന്നും ഈ കസ്തൂരി തന്നെയാണ് പറഞ്ഞത്, ബ്രദർ ഇവിടെ ജോലി കഴിഞ്ഞ് ബാക്കി സമയം ഇത് പ്രാക്ടീസ് ചെയ്താൽ ഈ കഠിനാധ്വാനം ഒഴിവാക്കാമല്ലോ. അങ്ങനെ ഞാൻ രാത്രികാലങ്ങളിൽ രാത്രിയും ജോലി ചെയ്യുമായിരുന്നു. വേറെ താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീടിൻ്റെ മേൽഭാഗത്ത് അതിൻ്റെ ടെറസിൻ്റെ മേലെ ഷെഡ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിലാണ് ഈ വരയെല്ലാം നടക്കുന്നത്. താഴെ ഒരു സൈഡ് ചാച്ചിറക്കിയിട്ടാണ് ഈ വലിയ ടാങ്കുകളിൽ ഈ ചായ മുക്കലും അതുപോലെ തന്നെ വാക്സ് ഉരുക്കി ഈ തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് ഈ ലുങ്കി
സ്വതന്ത്രമാക്കുന്നതെല്ലാം ഈ ബാക്കിൽ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇത് പഠിക്കാൻ നിൽക്കുകയും മാത്രമല്ല അവിടെ തന്നെ കിടന്നുറങ്ങാനും സൗകര്യമായി. അങ്ങനെ നല്ല രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ വരയ്ക്കാൻ തുടങ്ങിയിട്ടും ഞാൻ ചായ മുക്കുന്ന സെക്ഷനിൽ നിന്ന് മേലോട്ട് പോന്നു. പക്ഷെ കമ്പനിക്കാർ അവിടെ നിന്ന് പഠിച്ച ആൾ എന്ന നിലയ്ക്ക് എനിക്ക് ശമ്പളത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കമ്പനിയുടെ ഓണർ ഡോക്ടർ സുന്ദരം, അദ്ദേഹത്തിൻ്റെ അനുജൻ കോടമ്പക്കത്തൊരു കമ്പനി തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ആൾക്കറിയാം ഞാൻ നല്ലതുപോലെ വരയ്ക്കും. അപ്പോൾ ഞങ്ങളുടെ ഓണർ പറഞ്ഞത്, പ്രകാശ്, നിങ്ങൾ എங்கே இருந்தாൽ യേശുനാഥറായി ഇരുപ്പേൻ, അങ്ങേ പോണാൽ കൃഷ്ണ പരമാത്മാവായി മാറിയിടുമേ. കോടമ്പക്കം എന്ന് പറയുമ്പോൾ അത് ഒരു സിനിമാക്കാരുടെയും അതുപോലെ തന്നെ ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നൊരു മേഖലയാണെന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചു, പോയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കമ്പനിയിൽ ബെനറ്റ് എന്ന് പറയുമ്പോൾ നല്ല ചിത്രകാരനാണ്. പക്ഷേ ബെനറ്റിൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം മദ്രാശിയിലെ ഏറ്റവും നല്ല പെൻബാത്തിക് ആർട്ടിസ്റ്റ് അവൻ തന്നെയാണ്. അനുജൻ അവൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു പേര് തന്നെയാണ്. പക്ഷേ ഈ ബെനറ്റിന് ചില ദോഷവശങ്ങളുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം എടുക്കുന്ന വ്യക്തി ബെനറ്റാണ്. പക്ഷേ ഏറ്റവും ദാരിദ്ര്യവും അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും ശമ്പളം, ഞങ്ങൾക്കെല്ലാം മാസമാകുമ്പോൾ അദ്ദേഹത്തിന് ആഴ്ചയിൽ, ഈ എല്ലാ ആഴ്ചയും ഇദ്ദേഹം കോടമ്പക്കത്ത് പോകും. സമൃദ്ധിയായും മദ്യപിക്കുകയും അതുപോലെ ശാരീരിക ആവശ്യങ്ങളെല്ലാം നടത്തിയിട്ടാണ് അദ്ദേഹം വരാറ്. എല്ലാം എന്നോട് പറയാറുണ്ട്. എങ്കിലും അദ്ദേഹം ഇവിടെ ഇത്ര പെൺകുട്ടികളുണ്ടായിട്ടും അങ്ങനെ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. അത്ര നിഷ്കളങ്കരായ പെൺകുട്ടികളാണ് ഇവിടെ അധികം. ഒരു ദിവസം ഞാൻ കോണി കയറി വരുമ്പോൾ ശശികല എന്നു പേരുള്ള ഒരു പെൺകുട്ടി ബെനറ്റിനെ ബലമായി പിടിച്ച് ചുംബിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പോഴേക്കും എനിക്ക് തമിഴെല്ലാം കുറേ വശമായി കഴിഞ്ഞു. എൻ്റെ ചോദിച്ചു. പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയിച്ചു. ബ്രദർ, നിങ്ങൾ പാക്കില്ലയാ, മുതലേ അവൻ താൻ എന്നെ കിസ് പണിയിട്ട്, ആദ്യം അവനാണ് എന്നെ ചുംബിച്ചത്, അതിൻ്റെ പ്രതികാരമാണ് ഞാൻ ചെയ്തതെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് പറയാനാ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ബെനറ്റ് ഇവിടെയും ചില ബന്ധങ്ങളുണ്ടെന്ന്. അത് കുറേശ്ശെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാളല്ല, ഏകദേശം ഒരു 3 പേരായിട്ട് ഇദ്ദേഹത്തിന് അടുപ്പമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് രാത്രിയിൽ ഖാദർ എന്ന പേരുള്ള യുവാവ് വരയ്ക്കുവാനായി വരും. അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, ഇങ്ങനെ പുതിയൊരു കമ്പനി അണ്ണാനഗറിൽ ആരംഭിച്ചിട്ടുണ്ട്, അവർക്ക് കുറച്ച് നല്ല സാമ്പിൾ ബിറ്റുകൾ, ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം, സഹായിക്കാൻ പറ്റുമോ? രാത്രി പോയി ഞങ്ങൾ സാമ്പിൾ അതിമനോഹരമായി, അതായത് നമുക്കൊരു 10-50 ചിത്രം വരയ്ക്കേണ്ട സമയത്ത് 4-5 ചിത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ സാമ്പിൾ കൊടുക്കാൻ. പക്ഷേ ഈ സാമ്പിൾ കൊണ്ടുപോയി ഈ കമ്പനിക്കാർ വലിയ മൗലാന പോലുള്ള വലിയ കമ്പനികൾ കൊണ്ടുകൊടുത്ത് വലിയൊരു ഓർഡർ, സമൃദ്ധി ഓർഡറുമായാണ് അവർ വന്നത്. ജോലിക്കാരില്ല. ഇതേ സമയത്ത് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി കുറഞ്ഞ സമയം, പെൺകുട്ടികളോടെല്ലാം ലീവിന് പോകാനെല്ലാം പറഞ്ഞ സമയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓണർ ഡോക്ടർ സുന്ദരം ആൾക്ക് വിരോധമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അങ്ങനെ ഈ പെൺകുട്ടികളെ കൂടി അങ്ങോട്ട് വിളിച്ചു. ബെനറ്റ് പിന്നെ എൻ്റെ മുതലാളി വിട്ടില്ല, അദ്ദേഹം അവിടെ തന്നെ നിലകൊണ്ടു. അങ്ങനെ ശമ്പളത്തിൻ്റെ ബാക്കിയെല്ലാം വാങ്ങാൻ വേണ്ടി ഒരിക്കൽ വന്നപ്പോൾ ബെനറ്റ് പറഞ്ഞു, ഇനിയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ്? ഇനി ഓരോരുത്തരായിട്ട് ഞാൻ ഹോട്ടലിലേക്ക് വിളിക്കും ഈ പെൺകുട്ടികളെ. ഞാൻ പുഞ്ചിരിച്ചു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല.
നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. പോക്കലാം പോന്നു. പിറ്റന്നാൾ ജോലിക്കാരെല്ലാം വന്നപ്പോൾ, ഈ പെൺകുട്ടികളെല്ലാം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ബെനറ്റിനെ പ്രേമിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ചോദിച്ചു. 3 പേർ തല കുമ്പിട്ടു. ബാക്കി എല്ലാവരും നിവർന്ന് തന്നെ നിന്നു. പബ്ലിക്കായി പറഞ്ഞു, ബെനറ്റ് ഇന്നലെ ഇങ്ങനൊരു സംഭവം. പെട്ടെന്ന് ഈ 3 പേർ സട്ടക്കൊട്ടം എഴുന്നേറ്റു. എന്നാ നനച്ചെടുക്കുക അവൻ, തമിഴ് മക്കൾ കുറിച്ച് എന്നെ നനച്ചെടുക്കുക, ഉത്തപ്പൻ അവനെ അടിക്കും ഞങ്ങളവനെ. അങ്ങനെ 3 പേര് ഭയങ്കര ആക്രോശം. നമ്മൾ വിട്ടിടുക, ഒന്നും നടക്കാതെ. അങ്ങനെ വലിയൊരു രക്ഷ ആണ്. കാരണം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഒരിക്കലും ആ രീതിയിലല്ല അവർ കണ്ടിരുന്നത്. അവർക്ക് അന്യോന്യം ഈ ബെനറ്റ് പലരെയും പ്രേമിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സമൃദ്ധിയായിട്ടുള്ള പണിയുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു, ഞാനും ഖാദറും കൂടി. ഖാദറും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊന്നുമില്ല, അവനൊരു സഹോദരി മാത്രമേ ഉള്ളൂ. മദ്രാശിയിലല്ല, ദൂരെ ഏതോ ഗ്രാമത്തിലാണ്. എനിക്കാണെങ്കിൽ വീട്ടിൽ കൂട്ടുകുടുംബമാണെങ്കിൽ അമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഭക്ഷണം പാകം ചെയ്യലും, ഇവിടെ പിന്നെ വളരെ ശാന്തമായ അന്തരീക്ഷം, നല്ലൊരു കോമ്പൗണ്ടെല്ലാം ഉള്ള വീടാണ്. ഇവിടെ പലപ്പോഴും ഈ കമ്പനിയുടെ ഓണറിൻ്റെ അമ്മ ഞങ്ങളെ ഹോട്ടലിൽ പോകാൻ പോലും അനുവദിക്കില്ല. കാരണം അത്രയും സമയം ഞങ്ങൾ വരയിൽ നിന്ന് ഒഴിവായി നിൽക്കില്ലേ. അവർ ചോറ് പാകം ചെയ്ത്, നമുക്ക് ഏറ്റവും രസമായി തോന്നുക, അവർ ഈ തവി കൊണ്ടല്ല ചോറ് വിളമ്പുന്നത്, അവർ കൈ കൊണ്ടാണ് ചോറ് വിളമ്പുക. എന്ത് പരിശുദ്ധമായാണ് നമുക്ക് തോന്നുന്നത്. അല്പം പോലും ഒരു അറപ്പ് തോന്നില്ല. അത്രയും സ്നേഹമായി അത് വിളമ്പുമ്പോൾ നമ്മുടെ ശീലങ്ങളെ അല്ല അത്, എങ്കിൽ പോലും നമുക്ക് അത്രയും പരിശുദ്ധി അതിൽ അനുഭവപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അമ്മയെ കൊണ്ടുവരേണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജ്യേഷ്ഠൻ്റെ കത്ത് വരുന്നതും അതുപോലെ തന്നെ അളിയൻ്റെ കത്തും ചേച്ചിയുടെ ഭർത്താവിനും. നീ ഉടനെ നാട്ടിൽ വരണം, ചേട്ടൻ്റെ വിസ ശരിയാക്കിയിട്ടുണ്ട്, അപ്പോൾ ഗൾഫിൽ പോകുകയാണ്, നീ ഇവിടെ വീട്ടിൽ വേണം എന്ന് പറഞ്ഞ് 2 പേരും അത്രയും, അല്ലെങ്കിൽ അതാണ് ഇതാണെന്നും പറഞ്ഞ് ഒരുപാട്, അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ പ്രിയ സഹോദരിമാരെയെല്ലാം വിട്ട് നാട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. പിന്നീട് അവർ കത്തുകൾ എഴുതും. കത്തെഴുതുന്ന വാക്കുകളെല്ലാം ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രദർ, ഉങ്ക ഊരിലെ മഴത്തണ്ടീർ പൊങ്കുതാ. എൻ്റെ അർത്ഥം എന്താണ്? തമിഴ്നാട്ടിൽ മഴയില്ലല്ലോ, നിങ്ങളുടെ നാട്ട് സമൃദ്ധിയാണോ എന്നാണ് ചോദ്യം. ഇത്ര മനോഹരമായ വരികളും. അങ്ങനെ ഒരിക്കൽ എൻ്റെ ചേച്ചി പറഞ്ഞു, മോനെ, അവർക്ക് പല കഷ്ടതകളും ഉള്ള കുട്ടികളാണ്. അവർ നിന്നോടൊരു അഭയം ചോദിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. ഈ കത്തിൻ്റെ ഇടപാടൊന്നും വേണ്ട, എല്ലാം നിർത്തിക്കോളും. അങ്ങനെ ആ കത്തെഴുത്തും നിന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഏകദേശം 52 വർഷം കഴിഞ്ഞു കാണും. അവരെല്ലാം ഇപ്പോൾ എവിടെ? 19 വയസ്സുകാരികൾ ഇപ്പോൾ ഏകദേശം 70-71 വയസ്സായി കാണും. ഒന്നും അറിയില്ല. പക്ഷേ അവർ തന്ന സ്നേഹം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരിമാർക്ക് ഈ കഥ ഞാൻ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.